അങ്ങേക്കെതിരെ ഒരു പരാതി UDF ചെയർമാൻ കൊടുത്തിട്ടുണ്ട്. അതായത് സാറ് തെരഞ്ഞെടുപ്പിൽ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തതെന്നുള്ളതാണ് ആക്ഷേപം. ഒടുവിൽ 2 ദിവസം മുൻപ് കോഴഞ്ചേരിയിൽ അധ്യാപക സംഗമത്തിൽ SSKയുടെ പരിപാടിയിൽ അങ്ങ് പങ്കെടുത്ത് സംസാരിക്കുന്ന ചിത്രം അടക്കം ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? എവിടെയും സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമ്മൾ ചെന്ന് വോട്ട് ചോദിക്കും. അവിടുത്തെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കലല്ല. യഥാർത്ഥത്തിൽ അവിടുത്തെ ഔദ്യോഗിക പരിപാടി അവസാനിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 4:15 മണിക്കാൻ ചെല്ലുന്നത്. 4 മണിക്ക് ഇതെല്ലാം തീർന്നു. കുറച്ച് അധ്യാപകരും പോയി കഴിഞ്ഞു. ബാക്കി കുറച്ച് അധ്യാപകർ ഞാൻ ചെല്ലും, ഇത് അവസാനിക്കുമ്പോൾ ചെല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. എന്താ അവരെ കണ്ട് വർത്താനം പറഞ്ഞാൽ എന്താ കുഴപ്പം? അതല്ല ഫാക്ട്. അതല്ല എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും എല്ലാം സമരം നടത്താൻ പോവാ. ഈ ഭരണ സംവിധാനത്തിന്റെ ദുരുപയോഗമാണ്. കുടുംബശ്രീ, തൊഴിലുറപ്പുകാര് ഇവർക്കെല്ലാം കർക്കശമായ നിർദ്ദേശം വിളിച്ച് പഞ്ചായത്തിൽ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടി അവരോട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുകയും ഏറ്റവും ഇതിനേക്കാൾ മ്ലേച്ഛമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടക്കാനില്ല. അത്ര സർക്കാർ മെഷീനറി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യം കൂടെ നടക്കുന്നത്. അടുത്ത ദിവസം എല്ലാ പഞ്ചായത്തിലും തന്നെ ഞങ്ങൾ UDF സമരം തുടങ്ങുക. അത് ചെയ്യാം. ഔദ്യോഗിക പരിപാടിയല്ല. ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ ശേഷം സ്ഥാനാർത്ഥിയായി ചെല്ലുന്നു. പങ്കെടുത്ത ആളുകൾ തന്ന വോട്ട് ചോദിക്കുന്നു. അവരോട് എല്ലാവരോടും ഇന്ന് ഫോട്ടോ എടുത്ത് അവരും പോകുന്നു, ഞാനും പോണു. എന്താ തെറ്റതില്? എന്തോ തൊഴിൽദാന പദ്ധതി നോളജ് എക്കോണമി മിഷന്റേതാണ്. ഇത് ആവിഷ്കരിച്ചത് അവർ നടപ്പാക്കുന്നു. അങ്ങനെയല്ലേ സർക്കാർ ചെയ്യുന്നു. ഇത് നന്നായിട്ട് നടപ്പാക്കുന്ന പറയണേ. അല്ലാതെ ഞാൻ വ്യക്തിപരമായി തൊഴിൽദാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. സർക്കാരിന്റെ സ്കീം എന്തോ അതേന്ന് അവരുടെ സൈറ്റിൽ ഉണ്ടാവണ്ടേ? അവരുടെ ഔദ്യോഗിക പരിപാടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പത്തനംതിട്ടയുണ്ട്. അവര് ഈ KDSകിന്റെ ഉദ്യോഗസ്ഥന്മാര് പത്തനംതിട്ടയുണ്ട്. അത് ഞാനല്ലേ ചെയ്യുന്നത്, അവരല്ലല്ലോ. എനിക്ക് സർക്കാർ ഇപ്പൊ ഇദ്ദേഹം ഇവിടെ അവകാശവാദങ്ങൾ ചെയ്തു, ഞങ്ങൾ 5 വർഷം കൊണ്ട് ഇന്ന ചെയ്തു. ആ പരിപാടി അദ്ദേഹം അവകാശവാദത്തിൽ വെക്കണേ. അതുപോലെ തന്നെ ഇലക്ഷന് മുമ്പ് ഒരു മൈഗ്രേഷൻ കോൺക്ലേവ് നടത്തി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിനൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് അത് ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പ് ഇതിന്റെ നോട്ടീസ് ഞാൻ ഇവിടെ പത്രസമ്മേളനം നടത്തിയല്ലേ. അത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയത്തില്ലേ? ഇപ്പോഴും അവരിവിടെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. തുടർന്ന് പ്രവർത്തിക്കും. അതെ, അല്ല തെരഞ്ഞെടുപ്പിലല്ല, നിർത്തിവെപ്പിക്ക് അല്ല തെരഞ്ഞെടുപ്പ് അവർ ഇറങ്ങണോ? അതാണോ ഇന്ത്യയിലെ നിയമം? ഇല്ലില്ല, അവര് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനല്ല. സർക്കാരിന്റെ സാധാരണ പ്രവർത്തനമായി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത് പാടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഈ തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ചു. അതിന്റെ ആളുകളെല്ലാം ഇങ്ങോട്ട് ഡെപ്യൂട്ടി ചെയ്തു. ആ പ്രവർത്തനം നടക്കുന്നു. അത് നടക്കും സാധാരണ രീതിയിൽ സർക്കാർ പ്രവർത്തനം നടത്തുന്ന പോലെ. അങ്ങനെ ഒന്ന് വിഭാവനം ചെയ്യുന്നതിൽ ഞാൻ എടുത്ത പങ്കും ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്തതിന് ചെയ്യാൻ പോണെന്നുള്ള കാര്യവും ഞാൻ ജനങ്ങളോട് പറയും. അങ്ങനെയാണെന്ന് മത്സരിക്കേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. ആന്റോ പറഞ്ഞു ഇല്ല, ആന്റോ പറഞ്ഞോളൂ ഞങ്ങള് വേറൊരു ബദൽ പദ്ധതി തൊഴിൽ നൽകാനുണ്ടാവും. അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ തന്നെ നല്ലൊരു കാര്യം ഞാൻ പറയട്ടെ, 1000 വെൽഡർമാര് വേണം. ഒരു കാര്യം ചെയ്യട്ടെ, കോൺഗ്രസ് 1000 വെൽഡർമാരുടെ ITI പാസ്സാക്കിയവരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുക്കുക. എന്നിട്ട് അവരെ വിളിക്കും. തെരഞ്ഞെടുപ്പിന് മാത്രം ഉണ്ടായ ഒഴിവുകളാണോ ഇത്? നേരത്തെ ഒന്നും ഇങ്ങനെ ഒഴിവില്ല, നിയമനമല്ലോ. ആളുകളെല്ലാം വഴി കൂടെ ഇങ്ങനെ തൊഴിൽ വേലയും കൂലിയും തൊഴിലും ഇല്ലാതെ നടക്കുക. ആലപ്പുഴ ആർക്കും കിട്ടിയതായിട്ട് അറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇതെങ്ങനെ പെട്ടെന്ന്? വെരി ഗുഡ്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആൻഡോ. ഇങ്ങനൊരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നത് 2021 എന്റെ ബഡ്ജറ്റിൽ അല്ലല്ല. ഈ സ്കീമില്ല, വിജ്ഞാന കേരളം എന്നുള്ള സ്കീമില്ല. അതിനെ തുടർന്നാണ് ഈ പ്രവർത്തനങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഈ സ്കീം രൂപീകരിക്കുന്നതിന് മുമ്പ് ആലപ്പുഴ എത്ര തൊഴിൽ കൊടുക്കുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ക്രിയേറ്റീവായിട്ട്. ഈ തലമുണ്ടനൊക്കെ പഴയ പരിപാടികളാണ്. ഒരു 1000 പേരെ കണ്ടെത്തിയിട്ട് അവർക്ക് തൊഴിലിന് അപേക്ഷ കൊടുക്കുക.
അപ്പൊ അവർക്ക് വിളിക്കുന്നില്ല, കാലത്തൊക്കെ തൊഴിൽ കൊടുത്തിട്ടുണ്ട്, ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ശക്തമായിട്ട് പ്രതിഷേധിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്ത പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്, കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ്. അതുകൊണ്ട് സാന്റിയാഗോ മാർട്ടിൻ പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിൽ. ആ വിഷയത്തിൽ UDF-ഉം LDF-ഉം സാന്റിയാഗോ മാർട്ടിനെതിരാണ്. പക്ഷെ കർണാടകയിൽ കോൺഗ്രസിന് അനുകൂല റിസൾട്ട് അല്ല, അതിന്റെ പ്രീപോൾ സർവേ വന്നപ്പോൾ തന്നെ 50 കോടി രൂപയാണ് കർണാടകയിൽ സാന്റിയാഗോ മാർട്ടിൻ കോൺഗ്രസിന് കൊടുത്തത്. അപ്പൊ കോൺഗ്രസ് സാന്റിയാഗോ മാർട്ടിൻ ഒപ്പമാണോ? എനിക്ക് സാന്റിയാഗോ മാർട്ടിനെ അറിയത്തില്ല. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്ന കാലത്താണ് സാന്റിയാഗോ മാർട്ടിൻ ഇവിടെ പ്രവർത്തിച്ചത്. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, എനിക്കറിയത്തില്ല. സാന്റിയാഗോ മാർട്ടിനെ കുറിച്ച് കുറെ കൂടെ പറയാൻ അറിയാവുന്നത് നിങ്ങൾക്കായിരിക്കും, എനിക്കറിയത്തില്ല. ചോദ്യം ഇലക്ട്രൽ ബോണ്ട് വഴി കർണാടക കോൺഗ്രസ് കൊടുത്ത 50 കോടി രൂപയാണ്. ആ നടപടി അങ്ങനെ ആയിരിക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. എനിക്കറിയാത്ത കാര്യത്തെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്? ആ വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം. സാന്റിയാഗോ മാർട്ടിൻ ഈ GST വന്നപ്പോ അയാളുടെ പ്രവർത്തനം ഏതാണ്ട് അസാധ്യമാക്കുന്ന നികുതിയാണ് ഉണ്ടായിരുന്നത്. സാന്റിയാഗോ മാർട്ടിൻ വിൽക്കുന്ന ലോട്ടറിക്ക് 28% നികുതി, സംസ്ഥാന സർക്കാർ നേരിട്ട് വിൽക്കുന്ന ലോട്ടറിക്ക് 12% നികുതി. ഇതെല്ലാം രണ്ടും 28% മാറ്റുന്നതിന് വലിയ ഇടപെടൽ നടത്തി. പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ടിൽ പണം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നികുതി നിരക്ക് ഏകീകരിച്ചു. ഞാൻ പറയുന്നത് കൊടിയ അഴിമതിയാണ് നടന്നത്. GST കൗൺസിൽ GST ഈ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു സാന്റിയാഗോ മാർട്ടിൻ ഇരട്ട നികുതിക്കെതിരായിട്ട്. സുപ്രീം കോടതി നിലവിലുള്ള സിസ്റ്റത്തിന് അനുകൂലമായി വിധിച്ചു. അത് കഴിഞ്ഞിട്ടാണ് BJP ഒറ്റ നികുതി നിരക്കായിട്ട് മാറ്റാൻ കൊണ്ടുവന്നത്. 28% അതോട് കേരളം പോകും കേട്ടോ. നമ്മൾ പിന്നെ 12% മാറ്റി. അത് വലിയ തർക്കം നടന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഞാനന്ന് ഇവരെയൊക്കെ യോജിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തി. കോൺഗ്രസ് ധനമന്ത്രിമാരെയും എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ മുൻ മന്ത്രി ചിദംബരം തന്നെ നേരിട്ടിടപെട്ട് ഇതിൽ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള കാര്യത്തിൽ. എന്നാൽ പലരും വന്നില്ല വോട്ടെടുക്കാൻ. അങ്ങനെയാണ് ഈ പ്രപ്പോസൽ ജയിച്ചത്. ഞാൻ അത്ര പറയുന്നുള്ളൂ. പലരും വോട്ടെടുക്കും. എന്നെ കുറിച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് എല്ലാ പത്രക്കാരോടും ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു അത് നാഷണൽ ഇന്റേണൽ സെക്യൂരിറ്റി ആക്ടുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്. അത് പാർലമെന്റിൽ വന്നു. അതിലെ ഭേദഗതി കോൺഗ്രസ് കൊടുത്തു. അതിലെ കോൺഗ്രസിന്റെ ഓപ്പണിംഗ് സ്പീച്ച് നടത്തിയത് മനീഷ് തിവാരിയാണ്. കേരളത്തിൽ നിന്ന് പ്രസംഗിച്ച് NK പ്രേമേന്ദ്രനാണ്. അത് അതിശക്തമായി അതിന് ഭേദഗതികൾ നിർദ്ദേശിച്ചു. അത് രാജ്യത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന ഈ തീവ്രവാദി ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇതായിരുന്നു. പക്ഷേ അതിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട പോയിന്റ് വർഷങ്ങളോളം വിചാരണയില്ലാതെ ആളുകളെ തടവിലിടാനുള്ള ഒരു ആയുധമാക്കി ഇത് കേന്ദ്ര ഗവൺമെന്റ് ദുരുപയോഗം ചെയ്യുന്നുള്ള ഭേദഗതിയാണ് കൊടുത്തത്. അപ്പം ഇന്റേണൽ സെക്യൂരിറ്റി ആയിട്ടോ ബന്ധപ്പെട്ട രാജ്യത്തിന്റെ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എതിരായി വോട്ട് ചെയ്യേണ്ട എന്ന് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു. ലോക്സഭയിൽ CPM-ന്റെ അംഗം രാജ്യസഭ നിങ്ങൾ വോട്ടും ചെയ്തില്ല.